السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ വേദിയിലും സദസ്സിലുമൊക്കെ സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, യുവജനങ്ങളെ, വലിയ തൗഫീഖോടുകൂടി റബ്ബിൻ്റെ മഹാ അനുഗ്രഹങ്ങൾ നമ്മിൽ സദാ വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ മഹാസംഗമം സമാപിക്കുകയാണ്. വലിയ അറിവുകൾ വേർതിരിച്ചു മനസ്സിലാക്കിക്കൊണ്ടാണ് നാം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ പിരിഞ്ഞു പോകേണ്ടത്. ഇന്നലെയും ഇന്നുമായി നമ്മൾ നേടിയെടുത്ത, കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ, നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തിയ ഒരുപാട് ചിന്തകളുടെയും ഉപദേശങ്ങളുടെയും അനിർവചനീയമായ ആശയധാരകളെ നമ്മുടെ മനസ്സകത്തേക്ക് കയറ്റി വെച്ചുകൊണ്ടുള്ള ഈ യാത്രയിൽ നിന്നുള്ള നമ്മുടെ ഒരു തിരിച്ചുപോക്കിൽ സഹോദരങ്ങളെ, നമ്മുടെ കർത്തവ്യത്തെ സംബന്ധിച്ച് ബോധവാന്മാരായിക്കൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ മടങ്ങിപ്പോകേണ്ടത്. റഹ്മാനായ റബ്ബ് ചോദിച്ചിട്ടുണ്ട്, അറിഞ്ഞവരും അറിയാത്തവരും സമമാകുമോ? ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബിയെ ചോദിക്കുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ബുദ്ധിമാന്മാർ മാത്രമേ ആലോചിച്ചു മനസ്സിലാക്കുകയുള്ളൂ എന്ന്. ആ ബുദ്ധിയുള്ളവരിലാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും അണിനിരക്കേണ്ടത്. അറിഞ്ഞവരും അറിയാത്തവരും സമമല്ല. അറിഞ്ഞത് വെറുതെയുമല്ല, അറിഞ്ഞത് പ്രവർത്തിക്കാനുള്ളതാണ്, അറിവനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എ മുതൽ സെഡ് വരെയുള്ള മേഖലകളിൽ മാറ്റത്തിൻ്റെ കാഹളധ്വനി മുഴക്കുവാനുള്ള, ഉച്ചൈസ്തരമുള്ള പ്രഖ്യാപനങ്ങൾ കേട്ട് അത് കേട്ടില്ലെന്ന് നടിക്കുവാൻ നമുക്കാകുമോ? നമ്മുടെ കർത്തവ്യങ്ങളെ തിരിച്ചറിയാതെ ഇനിയും അലസതയുടെ മൂടുപടങ്ങളിലേക്ക് ചുരുണ്ടുകൂടി കിടന്നുറങ്ങുവാൻ നമുക്ക് സാധ്യമാകുമോ? എങ്കിൽ റബ്ബിന്റെ ഈ ചോദ്യം നമ്മളോടും നമ്മൾ ചോദിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടൂ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ, ഇസ്സാഖൽതും മിനൽ അർളി, നിങ്ങൾ ഭൂമിയിലേക്ക് കനം തൂങ്ങുകയാണോ? എന്നെ അതിന് കിട്ടില്ല, എനിക്ക് നേരമില്ല, ഞാൻ ബിസിയാണ്, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ കുട്ടികളെ നോക്കണം, ഭാര്യയെ നോക്കണം, കുടുംബത്തെ നോക്കണം, പെടാപ്പാടുപെടുന്ന ഇതിനിടയിൽ എനിക്കിതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് കനം തൂങ്ങുകയാണോ? റബ്ബിന്റെ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഭൂമിയിലേക്ക് കനം തൂങ്ങുകയാണോ? എന്തായിരിക്കാം ആ കനം തൂങ്ങാൻ നമുക്കുള്ള ന്യായം? മറ്റൊന്നുമല്ല, ദുനിയാവിലെ കാര്യങ്ങൾ തന്നെയാണ് നമുക്കൊക്കെ പറയാനുള്ളത്. റബ്ബ് ചോദിക്കുന്നു തുടർന്നുകൊണ്ട്, അറദീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറഹ്, നിങ്ങൾ ഐഹിക ജീവിതത്തെ തൃപ്തിപ്പെടുകയാണോ?
ആഖിറത്തിന് പകരം, പരലോകത്തിന് പകരം ഇഹലോക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ എന്ന് റഹ്മാനായ റബ്ബ് ചോദിക്കുന്ന ആ ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം. എൻ്റെ മനസ്സിനോട്, എന്നോട് ഞാൻ ചോദിക്കണം. ഇവിടെ കൂടിയ ഓരോ യുവാക്കളും യുവതികളും സ്നേഹത്തോടുകൂടി ഞാൻ പറയട്ടെ, നിങ്ങളോട് ചോദിക്കണം, അറദീതും ബിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതം കൊണ്ട്, പരലോകത്തെ മറന്നുകൊണ്ട് ഇഹലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ട് മരിക്കുവോളം അങ്ങനെ കഴിയാനാണോ എൻ്റെ തീരുമാനം? എങ്കിൽ അടുത്ത വചനത്തിലെ താക്കീത് നമുക്കുള്ളതാണ്. ഇല്ലാ തൻഫിറു, നിങ്ങൾ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറില്ലേ? നിങ്ങളുടെ നാടുകളിൽ, നിങ്ങളുടെ ശാഖകളിൽ, നിങ്ങളുടെ ഗ്രാമങ്ങളിൽ, നിങ്ങളുടെ പട്ടണങ്ങളിൽ തൗഹീദിന്റെ ശക്തമായ മുന്നേറ്റവുമായി, സുന്നത്തിന്റെ കൃത്യമായ കാവലാളുകളായി, അതിൻ്റെ യഥാർത്ഥമായ തനിമയിലേക്ക് ക്ഷണിക്കുന്ന യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ധ്വജവാഹകരായി കടന്നു ചെല്ലുവാൻ നിങ്ങൾക്ക് കഴിയില്ലേ? നിങ്ങൾ അതിന് ഒരുക്കമില്ലേ? എങ്കിൽ അള്ളാഹുവിന്റെ താക്കീത്, യുഅദ്ദിബുകും അദാബൻ അലീമ, വേദനയേറിയ ശിക്ഷ നിങ്ങളെ നാം ശിക്ഷിക്കും. മാത്രമല്ല റബ്ബിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണമല്ലോ, അതിന് നിങ്ങൾക്ക് മടിയാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, റബ്ബ് വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത ഒരു കൂട്ടരെ അവൻ പകരം ഇതൊക്കെ നടത്തുവാൻ കൊണ്ടുവരും. അവരതിൻ്റെ കൂലിയുമായി പരലോകത്തേക്ക് യാത്രയാകും. നിങ്ങൾ ഈ അലസയുടെ മൂടുപടത്തിൽ അങ്ങനെ കഴിച്ചുകൂട്ടി മരണം വരിച്ച് അവസാനം മരണത്തിന്റെ നേരത്ത് ഖേദിച്ചുകൊണ്ട് നിങ്ങൾ വിടങ്ങേണ്ടി വരും. അള്ളാഹുവിനെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ല. വലാ തദുറുഹു ശൈആ, നിങ്ങൾക്ക് അള്ളാഹുവിന് ഒരു ഉപദ്രവവും ചെയ്യാൻ നിങ്ങളെ കൊണ്ടാവില്ല. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് രാജാതിരാജനായ റബ്ബ് ഇത് പറയുന്നത്. നമുക്കൊക്കെ പല ന്യായങ്ങളാണ്. ഞാൻ എന്ത് പ്രവർത്തിക്കാനാ? ഓരോ യുവാക്കളും യുവതികളും പലപ്പോഴും പറയുന്നു, എനിക്കെൻ്റെ ജീവിതത്തിൽ 24 മണിക്കൂർ എൻ്റെ കാര്യങ്ങൾക്ക് പോലും തികയുന്നില്ല. അതിരാവിലെ ഞാൻ എഴുന്നേൽക്കുന്ന പെടാപ്പാട്, അവിടുന്ന് അങ്ങോട്ട് ട്രാഫിക്കുകളെ ഭേദിച്ച് മണിക്കൂറുകളോളം റോഡിൽ കിടന്ന് ഞാൻ എൻ്റെ ഡ്യൂട്ടി സ്ഥലത്തെത്തി കൃത്യസമയത്ത് ഞാൻ പഞ്ചിങ് നിർവഹിച്ച് എൻ്റെ ഡ്യൂട്ടിയും കഴിഞ്ഞ് വളരെ വൈകി ഞാൻ ട്രാഫിക്കുകളെയെല്ലാം ഭേദിച്ച് റൂമിലേക്ക് തിരിച്ചെത്തി എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളും കഴിച്ച് കിടന്നുറങ്ങുന്ന ഞാൻ എന്ത് ചെയ്യാനായി ഈ മേഖലയിലൊക്കെ? നിങ്ങൾക്കൊക്കെ അത് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ആളുകളെ, സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് എന്നോടെന്ന പോലെ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെയൊക്കെ മുൻഗാമികൾ ഇതൊന്നും ഇല്ലാത്തവരായിരുന്നുവോ? നമ്മുടെയൊക്കെ മുൻഗാമികളായ ആളുകൾ ഭാര്യയും മക്കളും കുടുംബവും അതുപോലെ തന്നെ പ്രാരാബ്ധങ്ങളുമില്ലാത്ത സുഖലോലുവരായിരുന്നുവോ? അവർക്കൊക്കെ തലമുറകൾ സമ്പാദിച്ച പണത്തിന്റെ കൂമ്പാരങ്ങളും ബാലൻസുകളുടെയും ഉടമകളായിരുന്നുവോ അവർ? ഒരിക്കലുമല്ല. എന്നിട്ടും അവരൊക്കെ വളരെയേറെ ത്യാഗം സഹിച്ചുകൊണ്ട് നട്ട് വളർത്തിയ ഈ തൗഹീദിന്റെ പ്രബോധനം, ഈ സുന്നത്തിന്റെ കാവലാളായി മാറുന്ന പ്രബോധനം, അത് നിർവഹിക്കുവാൻ നമുക്ക് സമയമില്ല എന്നല്ല പറയേണ്ടത്, നമുക്ക് താല്പര്യമില്ല എന്നാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. ഞാൻ എന്തിനാണ് അങ്ങനെ പറയുന്നത്? നമ്മളോട് ചോദിക്കേ. എനിക്ക് സമയമില്ല എന്നതിൻ്റെ പേരിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ 24 മണിക്കൂറിനിടക്ക് നമുക്കൊക്കെ താല്പര്യമുള്ള ഏത് വിഷയങ്ങളാണ് നമ്മളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത്? അതിനൊക്കെ നമ്മൾ അതിൻ്റെയും ഇടയിൽ സമയം കണ്ടെത്തുന്നില്ലേ? നമുക്ക് താല്പര്യമുള്ള ഏത് വിഷയത്തിനാണ് നമ്മൾ സമയം കണ്ടെത്താത്തത്? ഏത് തിരക്കുകൾക്കിടയിൽ നിന്നും സമയങ്ങളെ വെട്ടിക്കുറച്ച് ക്രമീകരിച്ച് ഇതെനിക്ക് ഖബറിൽ പോയി കിടക്കുമ്പോൾ രാജാതിരാജനായ റബ്ബിന്റെ മലായിക്കത്തുകളുടെ ചോദ്യത്തിന്റെ മുമ്പിൽ ചൂളാതെ ഉത്തരം പറഞ്ഞ് പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് ആശ്വാസത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഉറങ്ങുവാനാണ് ഞാൻ ഈ സമയത്തെ ക്രമീകരിക്കുന്നതെന്ന ചിന്തയോടുകൂടി യുവാക്കളെ, യുവതികളെ, ചെറുപ്പക്കാരെ, ഈ ദീനിന്റെ കാവലാളായി മാറുവാൻ നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? ഇതെല്ലാം ഒഴിവാക്കി ഇതിൻ്റെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയാൽ നമ്മളൊക്കെ അല്പസമയത്തിന് വേണ്ടി റബ്ബിനോട് കെഞ്ചുന്നൊരു സമയം വരാനുണ്ട്. എനിക്കൊന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, എനിക്ക് ഈ തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ,
എനിക്ക് എൻ്റെ ഇബാദത്തുകളിൽ നിഷ്ഠ പുലർത്തുവാൻ, എനിക്ക് സുന്നത്തുകളിൽ കണിശത പാലിക്കുവാൻ, എൻ്റെ ഉമ്മയെ നോക്കുവാൻ, ഉപ്പയെ നോക്കുവാൻ, മക്കൾക്ക് കൃത്യമായ നിലക്ക് ദിശാബോധം നൽകുവാൻ, ഇണയോടൊന്ന് ആസ്വാദനത്തിൻ്റെ സംസാരം പറയാൻ, അതുപോലെ തന്നെ വേണ്ട കർത്തവ്യങ്ങളൊക്കെ നിർവഹിച്ച് നന്മയുടേതായ പ്രവർത്തന മേഖലയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഒരല്പസമയം തരാമോ എന്ന റഹ്മാനായ റബ്ബിനോട് നമ്മൾ കേണപേക്ഷിക്കുന്ന ചില രംഗങ്ങൾ വരാനുണ്ട്. അതിലൊന്ന്, എത്രത്തോളം നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണോ, അതിനേക്കാൾ സത്യമായ മരണത്തിന്റെ വേളയിലാണ്. ആ സമയത്ത് ഹത്താ ഇദാ ജാഅഹദഹുമുൽ മൗതു, മരണം അവരുടെ മുമ്പിൽ വരുന്ന വേളയിൽ അവൻ പറയും, റബ്ബിർജിഊൻ, എന്നെ ഒന്ന് മടക്കിത്തരാമോ. ഈ ശബ്ദം ശ്രവിക്കുന്ന, ഇത് പറയുന്ന ഞാനും ഇത് കേൾക്കുന്ന ഓരോ മനുഷ്യനും ആലോചിക്ക, റബ്ബേ, ഏത് സമയത്ത് ഞാൻ മരിക്കുകയാണെങ്കിലും ഇങ്ങനെ പറയുന്ന ഒരവസ്ഥയാണോ എനിക്കുണ്ടാവുക എന്ന്. മരണത്തിന് പ്രായമില്ല, ഭേദങ്ങളില്ല, മറ്റു സമയങ്ങളൊന്നുമില്ല. ഇന്നലെയും ഈ സമ്മേളന നഗരിയുടെ ബന്ധപ്പെട്ട പല കാര്യങ്ങളുടെയും ചർച്ചയിൽ പങ്കെടുത്ത ഒരു വ്യക്തി, ഇന്നലെ രാത്രി അദ്ദേഹം പോയി ഉറങ്ങാൻ കിടന്നപ്പോൾ ആ ഉറക്കത്തിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത ഈ മലപ്പുറത്തിന്റെ പരിസരത്തുള്ള കേവലം ഒരു ചെറുപ്പക്കാരന്റെ മരണവാർത്തയാണ് ഇന്ന് മീഡിയകളിൽ നമ്മളൊക്കെ ഷെയർ ചെയ്തതെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇത്രയേയുള്ളൂ നമ്മുടെ ജീവിതം. ആ സമയത്ത് സമയമില്ല എന്ന് വിലപിക്കുന്ന നമ്മളൊക്കെ ഒരല്പം സമയം തന്നാൽ ഇനി ഞാൻ ഉപയോഗിച്ചോളാമെന്ന് വിലപിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ വിലപിച്ചത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. റബ്ബേ, എന്നെ ഒന്ന് മടക്കിത്തായോ, ഇതുവരെ ചെയ്യാത്ത പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് വിലപിക്കുന്ന നേരമാണ് മരണനേരം. റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പക്ഷേ ആ വർത്തമാനം വെറുതെയായിരിക്കും, അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. എന്നാലും സൽക്കർമ്മങ്ങൾ ചെയ്യാത്തതിൻ്റെ ദുഃഖം മരണത്തിൻ്റെ വേളയിൽ നമ്മെ പിരിഞ്ഞു പോകുന്നില്ല. നാളെ ആഖിറത്തിൽ രണ്ടാമതാ റബ്ബിനെ കണ്ടുമുട്ടുന്ന വേളയിലും അതേ കാര്യം തന്നെ കടന്നു വരികയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു സജദയിൽ പഠിപ്പിക്കുന്നു, വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, കുറ്റവാളികളായ ആളുകൾ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ അവന്റെ മുമ്പിൽ അങ്ങനെ ശിരസ് കുനിച്ചുകൊണ്ട് നിൽക്കുകയാണ്, കുറ്റബോധത്തോടെ നിൽക്കുകയാണ്. ആ സമയത്ത് അവർ റബ്ബിനോട് ഏറ്റുപറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അബ്സർനാ, ഞങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു, വസമിഅനാ, ഞങ്ങളെല്ലാം കേട്ടിരിക്കുന്നു, അതുകൊണ്ട് നന്നാവണമെന്ന ബോധ്യം ഇപ്പൊ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഫർജിഅനാ, ഭൂമിയിലേക്കൊന്ന് മടക്കി പറഞ്ഞേക്കാമോ, നഅമൽ സാലിഹാ, ഞങ്ങളെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചോളാം, ഞങ്ങളുടെ മേലുള്ള തൗഹീദിന്റെ പ്രബോധന ബാധ്യത നിർവഹിച്ചോളാം, സുന്നത്തിന്റെ കാവലാളുകളായി ഞങ്ങൾ മാറിക്കോളാം. സൽക്കർമ്മങ്ങളുടെ പട്ടിക എത്ര വലിയ വിശാലമാണെങ്കിലും അതിനൊക്കെ സമയമില്ലെന്ന് പറഞ്ഞിരുന്ന ഞങ്ങൾ ഒരല്പസമയത്തേക്കൊന്ന് ഭൂമിയിലേക്ക് മടങ്ങിച്ചെന്നാൽ സൽക്കർമ്മനിരതമായി ജീവിച്ചോളാം റബ്ബേ. ഇപ്പൊ ഞങ്ങൾക്ക് കാര്യം വളരെ ദൃഢമായി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് വിലപിക്കുന്ന നേരമാണ്. പക്ഷേ അതുകൊണ്ട് രക്ഷയുണ്ടോ? നരകത്തിലേക്കല്ലേ തള്ളിവിടുന്നത്. മൂന്നാമത്തെ നേരമതാ നരകത്തിയിലും എത്തി, എന്നിട്ടും കൊതി തീരുന്നില്ല. വഹും യസ്തരിഹൂന ഫീഹാ, ആ നരകത്തിയിൽ കിടന്നുകൊണ്ടവർ പൊട്ടി പൊട്ടി വിലപിക്കുകയാണ്, അട്ടഹസിച്ച് കരയുകയാണ്. എന്താണ് അവരുടെ ആവശ്യം? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് പറഞ്ഞേക്കാമോ. എന്തിനു വേണ്ടി? നഅമൽ സാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത പല സൽക്കർമ്മങ്ങളുമുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യാനൊരു അവസരം തരാമോ. അവിടെ റബ്ബിന്റെ ചോദ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അവലം നുഅമ്മിർക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ,
ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കേണ്ടവർക്ക് പ്രവർത്തിക്കാനും പ്രബോധനം നടത്തേണ്ടവർക്ക് പ്രബോധനം നടത്താനുമൊക്കെ സൗകര്യപ്പെടുന്ന വിധത്തിലുള്ള ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നില്ലയോ? 50 തന്നില്ലേ? 30 കൊല്ലം ജീവിച്ചില്ലേ? 40 കഴിഞ്ഞില്ലേ? 60-ലെത്തിയില്ലേ? 70-നടുത്തുമൊക്കെ എത്തിയില്ലേ? പലപ്പോഴും പല പ്രായത്തിലുള്ള ആളുകളാവില്ലേ? റബ്ബിന്റെ ചോദ്യം, നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലേ? വജാഅകുമുന്നദീർ, അതാ ഈ ആയുസ് ശരിക്ക് ഉപയോഗപ്പെടുത്തിക്കോ. നന്മയിൽ ആസ്വാദനം കണ്ടോ? തിന്മകളുടെ രാജ്യത്ത് നിന്ന് വിട പറഞ്ഞോ എന്ന് പറയുന്ന താക്കീതുകാരാകുന്ന നബിമാരും അവരുടെ അനന്തരാവകാശികളായ പ്രബോധകന്മാരുമൊക്കെ നിങ്ങൾക്ക് വന്നില്ലേ? അതൊന്നും വന്ന് ചെവിക്കൊള്ളാതെ എനിക്ക് തിരക്കാണ്, എനിക്ക് ബിസിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ അങ്ങ് തള്ളിക്കളഞ്ഞപ്പോ ചിന്തിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് ഇനി നിനക്ക് മടക്കമില്ല. ഇനി നിനക്കുള്ളത് ഫദൂഖൂ, നിങ്ങൾ നരകശിക്ഷ ആസ്വദിച്ചോളൂ. ഫമാലിൽ ളാലിമീന, അക്രമികളായ ആളുകൾക്കില്ല തന്നെ മിൻ നസീർ, ഒരു സഹായിയും ഇല്ല. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, ഈ സമയത്തൊക്കെ നമ്മൾ വിലപിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ സമയത്തെ വിനിയോഗിച്ചുകൊണ്ട് നമുക്കൊരു കടമയുണ്ടതെന്താ? നമ്മുടെ യൗവനകാലം പ്രത്യേകം ചോദിക്കപ്പെടുന്ന കാലമാണ്. നിന്റെ ആയുഷ്കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിന്റെ ശബാബ്, നിന്റെ യുവത്വത്തെ കുറിച്ച് നീ അതെന്തിനു വേണ്ടി നശിപ്പിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾക്കാർക്കും മുന്നോട്ട് ചലിക്കാനാവില്ല. അതുകൊണ്ട് നമ്മുടെ കടമ എന്താണ്? വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നമ്മുടെ മനസ്സിൽ നെഞ്ചേറ്റേണ്ടുന്ന ആയത്താണിത്. ഓ വിശ്വാസികളെ, ആ വിളിയിൽ ആണും പെട്ടോ പെണ്ണും പെട്ടോ എല്ലാവരും പെടുന്ന ഒരു വിളിയാണ്. വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കോ. ഇസ്ലാമിൽ നിങ്ങൾക്ക് പറ്റിയത് എടുക്കുന്നു, നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് നിങ്ങൾ വിട്ടുകളയുന്നു. അങ്ങനെയായാൽ പറ്റില്ല. അത് തനിച്ച യഹൂദിയുടെ സ്വഭാവമായിരുന്നു. ആ സ്വഭാവം സ്വീകരിച്ചവർക്ക് റബ്ബിന്റെ കോപമേ കിട്ടിയിട്ടുള്ളൂ, റബ്ബിന്റെ ശാപമേ കിട്ടിയിട്ടുള്ളൂ. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ശാപകോപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ അമ്പിയാക്കളൊക്കെ ജീവിതത്തെ മുഴുവൻ ഇസ്ലാമികവൽക്കരിച്ചവരാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഇസ്ലാമിനെ കണ്ടം തുണ്ടമായി അംഗീകരിക്കുന്നതിന് പകരം പൂർണ്ണമായി ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളിലേക്ക് കടന്നു ചെല്ലോ. അതിന് നിങ്ങൾക്ക് തടസ്സമായി വരുന്നത് ആരാണെന്നോ? നിങ്ങളുടെ വർഗശത്രുവായ ഇബ്ലീസാണ്. അതുകൊണ്ട് അല്ലാഹു പറയാണ്, വലാ തത്തബിഊ, നിങ്ങൾ പിൻപറ്റിപ്പോകല്ലേ ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റല്ലേ. ശരിക്ക് ചിന്തിക്കൂ സഹോദരാ, എന്താണിവിടെ അള്ളാഹു പറയുന്നത്? നമുക്ക് തെളിവുകൾ വന്നു കിട്ടിയിട്ടും ഇനിയും ശൈത്താന്റെ ചതികളിൽപ്പെട്ട് നമ്മൾ വഴിതെറ്റിപ്പോവുകയാണെങ്കിൽ ശരിക്ക് മനസ്സിലാക്കിക്കോ, റബ്ബ് നിന്നോട് നടപടിയെടുക്കാൻ മാത്രം പ്രതാപശാലിയാണ്, അവൻ യുക്തിമാനാണ് എന്ന മുന്നറിയിപ്പാണ് അല്ലാഹു സൂറത്തുൽ ബഖറയിലൂടെ നൽകുന്നതെങ്കിൽ ചിന്തിക്കൂ സഹോദരന്മാരെ, ഇസ്ലാം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തടസ്സമായി എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ പല ദുർന്യായങ്ങളുമായി കടന്നു വരുന്നത് ചെകുത്താനാണ്. ആ ചെകുത്താൻ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് നമ്മളോട് നീ അങ്ങ് നിരീശ്വരവാദിയായിക്കോ എന്ന് നേരിട്ട് പറയൂല, മുശ്രിക്കായിക്കോ എന്ന് പറയൂല, കാഫിറായിക്കോ എന്ന് പറയൂല. മറിച്ചവൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചുകൊണ്ടാണ് നിന്നെ അവൻ്റെതായ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോവുക. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ കാലടിപ്പാടുകൾ എന്നാ പറയുന്നത്. ഒരു സ്റ്റെപ്പല്ല നിന്നെ പഴപ്പിക്കാൻ ശൈത്താൻ വെക്കുന്നത്,
പല സ്റ്റെപ്പുകളിലൂടെയാണ് യുവാക്കളെ, യുവതികളെ, നമ്മെ പഴപ്പിക്കാൻ ശൈത്താൻ മുമ്പിൽ വരിക. അതൊരു പക്ഷേ ഗുണകാംക്ഷിയുടെ റോളിലാകും അവൻ വരിക. ഞാൻ നിനക്ക് നല്ലത് വരാനാ പറയുന്നത് എന്ന് ഗുണകാംക്ഷി ചമഞ്ഞ, അതല്ലെങ്കിലോ പ്രലോഭനങ്ങൾ ചൊരിയും. രണ്ടാമതവൻ വലിയ സുന്ദരമോഹന വാഗ്ദാനങ്ങൾ നടത്തി പ്രലോഭനങ്ങൾ ചൊരിയും. അതുപോലെ തന്നെ തിന്മകളുടെ ഗൗരവം നമ്മുടെ മനസ്സിൽ നിന്ന് കുറച്ച് കാണിച്ചു കളയും. അതുപോലെ തിന്മകളെ നന്മകളായി അവൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. മാത്രമല്ല, നമ്മൾ ഏതൊക്കെ വേണ്ടാത്തരങ്ങളിൽ ആസ്വാദനം കണ്ടെത്തുന്നുണ്ടോ അതൊക്കെയും ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ അത്യാവശ്യങ്ങളാണ് എന്ന് നമ്മേക്ക് അവൻ ചൊല്ലിപ്പഠിപ്പിച്ചു തരും. ഇങ്ങനെയുള്ള പല സ്റ്റെപ്പുകളിലൂടെയാണ് അവൻ നമ്മെ പഴപ്പിക്കാൻ വരുന്നതെങ്കിലും നമ്മളൊരിക്കലും വഴങ്ങിക്കൊടുക്കാതെ ശത്രുവിനെ ശത്രുവായി തന്നെ കാണാൻ പഠിക്കണം. അതിലേറ്റവും പരമപ്രധാനമായ നമ്മുടെ ആദർശമായ തൗഹീദിനെ നമ്മൾ മുറുകെ പിടിക്കണം. ആ തൗഹീദും സുന്നത്തുമാകുന്ന ആദർശത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകുവാൻ പാടില്ല. നൂറ്റാണ്ടുകളായി, അതല്ല ആയിരക്കണക്കിന് സംവത്സരങ്ങളായി മഹാരഥന്മാരായ അമ്പിയാക്കൾ മുഴക്കിയ അതേ തൗഹീദ്, സ്വഹാബത്ത് മുഴക്കിയ അതേ തൗഹീദ്, ഇമാമിങ്ങൾ മുഴക്കിയ അതേ തൗഹീദ് അടുത്ത കാലത്ത് മുജാഹിദ് പ്രസ്ഥാനം ഒരു സംഘടനയായി രൂപം കൊണ്ടതിൻ്റെ ശേഷം 100ഓളം കൊല്ലമായിട്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൗഹീദ് ഒരു സൃഷ്ടിക്കും യാതൊരർത്ഥത്തിലും ഒരു അഭൗതികമായ കഴിവും ഇല്ല എന്ന അടിയുറച്ച വിശ്വാസം, അതാണ് ശുദ്ധമായ തൗഹീദ്. ഏത് സൃഷ്ടിയാവട്ടെ, അത് നബിയാവട്ടെ, അതുപോലെ തന്നെ മലക്കുകളാവട്ടെ, ഔലിയാക്കളാകട്ടെ, അതുപോലെ തന്നെ ജിന്നുകളാവട്ടെ, ഏത് വ്യക്തികളോ ശക്തികളോ ആണെങ്കിലും അഭൗതികമായ ഒരു കഴിവും ഒരൊറ്റ സൃഷ്ടിക്കുമില്ല എന്ന അടിയുറച്ച വിശ്വാസം. അഭൗതികമായ കഴിവ് എൻ്റെ റബ്ബിന് മാത്രമേയുള്ളൂ എന്ന അടിയുറച്ച തൗഹീദ്. ആ തൗഹീദിൽ വെള്ളം ചേർക്കുവാൻ ഒരാളെയും സമ്മതിക്കാത്ത നിലക്കുള്ള ആ കൃത്യമായ ആദർശം, അഭൗതികമായ വിശ്വാസം, അഭൗതികമായ കഴിവുകൾ ഏതെങ്കിലും സൃഷ്ടികൾക്കുണ്ട് എന്ന് വിശ്വസിച്ചാലൊന്നും തകരാറില്ല, അവരെ വിളിച്ച് തേടിയാലേ തകരാറുള്ളൂ എന്ന തൗഹീദിലേക്ക് വന്നിട്ടുള്ള മാറ്റത്തെ നമ്മളൊരു കാലത്തും പിന്തുണക്കുന്ന വിഷയമേയില്ല. മറിച്ച് അദൃശ്യമായ രൂപത്തിലൂടെ, അഭൗതികമായ മാർഗത്തിലൂടെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്ക് നമുക്ക് സഹായങ്ങൾ ചെയ്യാൻ, നമുക്ക് രക്ഷകൾ നൽകാൻ, നമ്മെ ശിക്ഷിക്കുവാൻ കഴിവുള്ള ഒരൊറ്റ ശക്തിയേയുള്ളൂ, അത് അല്ലാഹു റബ്ബുൽ ആലമീൻ. അതുമാത്രമാണെന്ന അടിയുറച്ച വിശ്വാസത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ തസ്ഫിയകൾ നടത്തിയത്. നേരത്തെ ഇവിടെ താജുദ്ദീൻ സലാഹി സൂചിപ്പിച്ചതുപോലെ ഈ സമ്മേളനത്തിൻ്റെ തുടക്കത്തിൻ്റെ തലേ ദിവസം 9-ാം തീയതി വരെയും കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ തസ്ഫിയകൾ നടന്നിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമേ മുടങ്ങിയിട്ടുള്ളൂ. നാളെ മുതൽക്കത് കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ തൗഹീദിൻ്റെ ശബ്ദം മലയടിക്കണം. തസ്ഫിയകളുടെ തുടർച്ചയുണ്ടാകണം. തൗഹീദി പ്രബോധനത്തിൽ നമുക്ക് വിട്ടുവീഴ്ചയില്ല. ഏത് കോട്ടകൊത്തളങ്ങളിൽ ആരൊക്കെ ഏതൊക്കെ വിധത്തിലുള്ള തൗഹീദിൻ്റെ ആ വിഷയത്തിൽ മായം കലർത്തിയാലും അവരുടെ പിന്നാലെ ഈ യുവസമൂഹമുണ്ട്, നമ്മളുണ്ട്. ആ പ്രതിജ്ഞയാണ് നമ്മുടെ മനസ്സിലുള്ളത്. നിങ്ങൾ ആലോചിക്ക്, ലോകത്തെ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം കോഴിക്കോട്ടുകാരനായ ഒരു മടവൂരാണെന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലായിടത്തും നടന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കാലം. ഈ സംഘടന അതിശക്തമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നാടിൻ്റെ മുക്കുമൂലകളിലൂടെ, മുഖാമുഖങ്ങളിലൂടെ, അതുപോലെ തന്നെ ചോദ്യോത്തര സംവിധാനങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, ഖണ്ഡനങ്ങളിലൂടെ, സംവാദങ്ങളിലൂടെ ആ മുദബ്ബിറുൽ ആലം വാദത്തെ പൊളിച്ചെഴുതിയപ്പോൾ മർക്കസിൻ്റെ താവളങ്ങളിൽ വരെ അത് കിടിലം കൊണ്ടു
കേൾക്കുന്നുണ്ടോ അതിൻ്റെ ശബ്ദം? നിങ്ങൾ ആലോചിക്ക്. എന്തിനാണ് ഈ ആരോഗ്യം ചെലവഴിക്കുന്നത് ഈ യുവത? എന്തിനാണ് ഈ തസ്ഫിയകൾ സംഘടിപ്പിക്കുന്നത് ഈ ചെറുപ്പക്കാര്? സഹോദരന്മാരെ, അതിൻ്റെ ഫലമാണ് വിശ്രമമില്ലാത്ത നമ്മുടെ ഈ വിശുദ്ധ മാർഗത്തിലുള്ള തൗഹീദിന്റെ മേഖലയിലെ പോരാട്ടത്തിന്റെ ഫലമാണ്. വലിയ ഉസ്താദിന്റെ അനുയായികൾക്കിടയിൽ അതാ തർക്കമുണ്ടായി. മുദബ്ബിറുൽ ആലം അല്ലാഹുവല്ലാതെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്ക് തന്നെയാണ് എന്നവരെ മാറ്റിപ്പറഞ്ഞു. മുദബ്ബിറുൽ ആലമാണ് മടവൂരെന്ന് പറഞ്ഞുകൂടാ. ലോകത്തെ മൊത്തം നിയന്ത്രിക്കുക എന്നുള്ള കഴിവ് ലോകത്തെ സൃഷ്ടിച്ചവനാരോ ആ സ്രഷ്ടാവായ റബ്ബിന്റെ മാത്രം വിശേഷണമാണ്. മുൻഫരിദുൻ ബിൽ ഖൽഖി വത്തദ്ബീരി. റഹ്മാനായ റബ്ബ് അവൻ മാത്രമാണ് ഖാലിഖെങ്കിൽ, അവൻ മാത്രമാണ് പടച്ചവനെങ്കിൽ, അവൻ മാത്രമാണ് ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നവൻ. അതുകൊണ്ട് ആ പദവി മടവൂരിനോ മറ്റാർക്കെങ്കിലുമോ ആരെങ്കിലും ആരോപിച്ചാൽ അത് സുന്നികൾ അംഗീകരിക്കുന്ന, സമസ്ത അംഗീകരിക്കുന്ന തൗഹീദല്ല എന്ന് ഉലമാ സമ്മേളനം വിളിച്ചുകൂട്ടിയിട്ട് മുസ്ലിയാക്കന്മാര് തിരുത്തുന്നു. പക്ഷേ എന്നാലും ആ മുദബ്ബിറുൽ ആലം വാദവുമായി പലരും ഊരു ചുറ്റുന്നുണ്ട്. അവരെ നമുക്ക് നന്നാക്കാനുണ്ട്. അവരെ മാത്രമല്ല, ഈ മുദബ്ബിറുൽ ആലം വാദം ശിർക്കാണെന്ന് പറയുന്നവരിലും ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട്. അതെന്താ? അവര് ലോകത്തിന്റെ മൊത്തം നിയന്ത്രണം മടവൂരിനാണെന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് സമ്മതിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. പക്ഷേ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന സംഗതികളും മടവൂര് കാണുന്ന ബസീറുൽ ആലമാണ് എന്ന് അവരിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് വിളിച്ചാലും ആ വിളി കേൾക്കുന്ന സമീഉൽ ആലമായിട്ട് ലോകത്ത് വേറെയും ആളുണ്ടെന്നവർ വിശ്വസിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവർ വിളിച്ചാലും ഉത്തരം കൊടുക്കാൻ കഴിവുള്ള മുജീബുൽ ആലമായി കൊണ്ട് വേറെയും ആളുണ്ടെന്നവർ വിശ്വസിക്കുന്നുണ്ട്. ലോകത്ത് എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ അറിയുന്നുണ്ട് എന്ന അലീമുൽ ആലമായി അവർ ഔലിയാക്കളെ വിശ്വസിക്കുന്നുണ്ട്. എല്ലാ കഴിവുകളും അവർക്കല്ല അങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുകയാണെന്നും അവരൊക്കെ എല്ലാത്തിനും കഴിവുള്ള ഖദീറുൽ ആലമാണെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. ഇതിലെന്തേ മാറ്റം വരാതെ പോയത്? ഇത് ചിന്തിക്കണം നിങ്ങൾ. ഈ വശം നിങ്ങൾ ആലോചിക്കണം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സമസ്തയുടെ ആളുകളുണ്ടെങ്കിൽ അവർ ആലോചിക്കണം, എന്താണ് വ്യത്യാസം? ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നത് മടവൂരാണെന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് മുസ്ലിയാക്കളിൽ ഒരു വിഭാഗം ഇപ്പം പറയുന്നുണ്ട്. അതേ അവസരത്തിൽ അവർ തന്നെയും എവിടുന്ന് വിളിച്ചാലും എല്ലാം കേൾക്കും, എല്ലാം കാണും, എല്ലാം അറിയും, എല്ലാവർക്കും ഉത്തരം കൊടുക്കും, എല്ലാത്തിനും കഴിയും എന്ന് വിശ്വസിക്കുന്നുമുണ്ട്. അത് ശിർക്കാണെങ്കിൽ ഇതെങ്ങനെ ശിർക്കല്ലാതായി? ഇത് ശിർക്കല്ലെങ്കിൽ പിന്നെ അതെങ്ങനെ ശിർക്കായി? ഈ വ്യത്യാസം ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ജനങ്ങൾക്ക്? അതുകൊണ്ട് തന്നെ ഈ മുദബ്ബിറുൽ ആലം അടക്കമുള്ള ഏതെല്ലാം ശിർക്കൻ വിശ്വാസം ഈ സമൂഹത്തിലുണ്ടോ അതിനെതിരെ നമുക്ക് വിശ്രമമില്ലാത്ത പോരാട്ടം ഇനിയും തുടരേണ്ടതുണ്ട്. അതൊരിക്കലും നിർത്താൻ പാടില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കൂ എൻ്റെ ചെറുപ്പക്കാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മുസ്ലിം മുമ്പത്തിലെ മെമ്പർമാരോടും ഒരു ഖേദം ഞാൻ പങ്കുവെക്കുകയാണ്. അതേ, ബാബരി മസ്ജിദ് പൊളിച്ചു കളഞ്ഞു, അവിടെ രാമക്ഷേത്രം നിർമ്മാണം നടത്തി. ഗ്യാൻവാപി മസ്ജിദിന്റെ കാര്യത്തിലും വ്യത്യസ്തമായ തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞു. ഒരുപാട് പള്ളികൾ ഇനിയും അവരുടെ ലിസ്റ്റിലാണ്. അത്തരത്തിൽ ഈ നിലയ്ക്ക് ഈ സമുദായത്തിൻ്റെ ആരാധനാലയങ്ങൾ തച്ചു തകർക്കുന്ന വേളയിലും അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ ഒരവസ്ഥയിൽ പോലും അല്ലാഹുവേ ലാ തുസല്ലിത് അലൈനാ മല്ലാ യർഹമുനാ, ഞങ്ങളോട് കരുണ കാണിക്കാത്ത ഭരണാധികാരികൾക്ക് നീ ഞങ്ങളുടെ മേൽ അധികാരം കൊടുക്കല്ലേ.
എന്ന രാജാതിരാജനായ റബ്ബിനോട് മുസ്ലിം ഉമ്മത്ത് പാതിരാവുകളിൽ ഒന്നിച്ചു നിന്ന് എഴുന്നേറ്റ് റഹ്മാനായ റബ്ബിനോട് മാത്രം കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട ഈ ഒരു ഘട്ടത്തിൽ പോലും ഇപ്പോഴും തർക്കമെന്താണ്? അല്ല ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് മടവൂരാണോ അല്ലേ? അതല്ല മമ്പുറന്തങ്ങളാണോ അല്ലേ? അതല്ല ഭീമാ ബീവിയാണോ അല്ലേ? ഈ തർക്കത്തിലേക്ക് ഇപ്പോഴും ഈ സമുദായം ഇതിൽ നിന്നൊന്ന് കരകയറാൻ സാധിക്കാതെ പോയല്ലോ എന്ന സങ്കടം ഞാൻ എൻ്റെ മുസ്ലിം ഉമ്മത്തിനോട് പങ്കുവെക്കുകയാണ്. ആരാണ് നമ്മുടെ സങ്കടത്തിന് ഉത്തരം തരേണ്ടത്? റഹ്മാനായ റബ്ബല്ലയോ. അല്ലാഹ് നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ കൈവടിയാൻ ഇവിടെ ആർക്കാടോ സാധിക്കുക? അതേ അവസരത്തിൽ റബ്ബ് നമ്മളെ കൈവടിഞ്ഞാലോ ആരുണ്ടടോ നിങ്ങളെ സഹായിക്കാനെന്ന് റബ്ബ് നമ്മളോട് ചോദിച്ചത് മനസ്സിൽ തട്ടിക്കൊണ്ട് നമ്മളൊക്കെയൊന്ന് സ്വന്തത്തോട് ചോദിക്കേണ്ടതില്ലയോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദർശനിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ വേണം. തൗഹീദ് മുറുകെ പിടിക്കണം, റബ്ബിനോട് മാത്രം സഹായം തേടണം. അതുകൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണം. ഇബാദത്തുകളിൽ നമുക്ക് നിഷ്ഠ വേണം. തീർന്നില്ലല്ലോ, നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരുണ്ടാകും, മരണപ്പെട്ടു പോയവരുണ്ടാകും. അവരോട് നമുക്ക്, ഓ യുവാക്കളെ, യുവതികളെ, നമുക്ക് കടമയില്ലേ? പലപ്പോഴും നമ്മളൊക്കെ പറയും, ഞാനൊക്കെ എൻ്റെ ഉമ്മയോടും ഉപ്പയോടുമൊക്കെ ആ കടമയൊക്കെ പാലിക്കുന്നവരാണെന്ന് പറയുന്നുണ്ടാകും. പക്ഷേ ജീവിച്ചിരിക്കുന്ന പൊന്നു ഉപ്പാക്ക് ഉമ്മാക്ക് അത് ബോധ്യപ്പെടുന്ന വിധത്തിൽ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഇവിടെയുള്ള ഓരോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ആലോചിക്കണേ. കാരണം നമുക്ക് വേണ്ടി ഇന്ന് ജീവിച്ചിരിക്കുന്ന വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മ ഉപ്പ എന്നൊന്ന് സ്നേഹത്തോടെ വിളിക്കാൻ അതിന് ബാപ്പ ജീവിച്ചിരിപ്പില്ലാത്ത, ഉമ്മ ജീവിച്ചിരിപ്പില്ലാത്ത എത്രയോ ആളുകളില്ലേ? അവർക്കേ അതിൻ്റെ സങ്കടം അറിയൂ. ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ബാപ്പ ജീവിച്ചിരിപ്പുണ്ട്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഏത് പാതിര കഴിഞ്ഞാലും, കോളിംഗ് ബെല്ലടിച്ചാലും, വാതിൽ മുട്ടിയാലും എൻ്റെ കുട്ടി വന്നോ, എൻ്റെ കുട്ടി വന്നോ എന്ന് ചോദിച്ച് അതേ ഉറങ്ങാതെ കാത്തിരിക്കുന്ന പൊന്നുമ്മ, ആ ഉമ്മയെ ഒന്ന് വിളിക്കാനുള്ള അവസരം കിട്ടിയ, നമുക്ക് വേണ്ടി കരഞ്ഞു കലകിയ കണ്ണുകളുമായി നിസ്കാരപ്പായയിലിരുന്ന് വിറയാർന്ന കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട്, റബ്ബേ എൻ്റെ പൊന്നുമോൻ, എൻ്റെ പൊന്നുമോള് നിന്റെ കാവലുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കാൻ, അതുപോലെ ആത്മാർത്ഥ ഒരു പ്രാർത്ഥന നമുക്ക് വേണ്ടി നിർവഹിക്കാൻ, ഓ ചെറുപ്പക്കാരെ, നമുക്ക് വേറെ ആരാ ഉള്ളത്? അതുകൊണ്ട് അവരെ കരയിപ്പിക്കരുത്, അവരെ സങ്കടപ്പെടുത്തരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. പലപ്പോഴും പല വീടുകളിലും ഇന്ന് തർക്കമാണ്. ഉമ്മാക്ക് ഞങ്ങൾ മാത്രമല്ലല്ലോ മക്കളായിട്ടുള്ളത്, പലരും മക്കളില്ലേ? അവൻ്റെയും ഉമ്മയല്ലേ, ഇവൻ്റെയും ഉമ്മയല്ലേ, ഇവളുടെയും ഉമ്മയല്ലേ? അവരൊക്കെ നോക്കിക്കോട്ടെ, ഞാനൊക്കെ നോക്കിയില്ലേ, ഇനി അവർ നോക്കട്ടെ. ഇങ്ങനെ നമ്മുടെ പൊന്നുപ്പയെ, നമ്മുടെ കിഴവനും കിഴവിയുമായ വൃദ്ധമാതാപിതാക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന പന്താക്കി മാറ്റാൻ ഏതെങ്കിലും മക്കളെ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ആ പന്ത് കളിയിൽ ഏറെ വിഷമിക്കുന്നത് നമ്മുടെ പൊന്നുപ്പയാണേ, പൊന്നുമ്മയാണേ. നേരെ മറിച്ച് എന്താണ് മക്കളെ നമ്മൾ കരുതേണ്ടത്? അവന് സമയമില്ലാത്തത് കൊണ്ടായിരിക്കും. എനിക്ക് സമയമുണ്ട്, ഞാൻ നോക്കാം ഉമ്മയെ, ഞാൻ നോക്കിക്കോളാം ഉപ്പയെ, എൻ്റെ സ്വർഗമാണവര്, എനിക്ക് കിട്ടിയ നിധിയാണവര്, മരിക്കുവോളം ഞാൻ പൊന്നുപോലെ നോക്കും. ആർക്കും സമയമില്ലെങ്കിൽ വേണ്ട, എനിക്ക് കിട്ടിയ അവസരമല്ലേ റബ്ബേ, നീ കബൂലാക്കണേ എന്ന പ്രാർത്ഥനയോടെ ഉമ്മാനെ നോക്കിക്കോ, ഉപ്പയെ നോക്കിക്കോ, അതിലാണ് സ്വർഗം എന്ന് ചിന്തിച്ചോ ചെറുപ്പക്കാരെ. വേറെ ചില വീടുകളിൽ എന്താ സംഭവം? പെൺമക്കളതാ അവർ ചിന്തിക്കുകയാണ്, ഉമ്മയും ഉപ്പയും ഒക്കെ പ്രായമായ പിന്നെ ഇവർക്കൊക്കെ പിന്നെ മക്കളുമായി ഇവർ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ പിന്നെ അവരിങ്ങനെ ആലോചിക്കുകയാണെന്ത്? ഉമ്മ എൻ്റെ വീട്ടിലൊരു വേലക്കാരിയെ പോലെ, ഉപ്പ ഒരു വേലക്കാരനെ പോലെ, എൻ്റെയും മക്കളുടെയും കാര്യത്തിൽ ഒരു കുറവും വരുത്താതെ നോക്കൽ എൻ്റെ ഉമ്മയുടെ ഡ്യൂട്ടിയാണ്. ഉമ്മ അതിൽ വല്ല വീഴ്ചയും വരുത്തിയെന്ന് മകൾക്ക് തോന്നിയാൽ മകൾ കയർക്കുന്നു. ഒരു സെർവന്റിനോടുള്ള പെരുമാറ്റം പോലെ. ഒരു വേലക്കാരിയായിട്ടാണോ നമ്മുടെ വീട്ടിൽ
വീട്ടിലെ ഉമ്മയെ കാണേണ്ടത്, ഉപ്പയെ കാണേണ്ടത്. ഒരിക്കലുമല്ല കേട്ടോ. അവര് നമുക്കുള്ള നിധിയാണ്, തങ്കക്കട്ടികളാ. അവരെ വിഷമിപ്പിക്കല്ലേ, അവരെ കൊണ്ട് ഖിദ്മത്ത് ചെയ്യിപ്പിക്കല്ലേ. അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഖാദിമീങ്ങളായി ചെറുപ്പക്കാരെ നിങ്ങൾ മാറണം എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഉമ്മമാരും ചിന്തിക്കണം, ബാപ്പമാരും ചിന്തിക്കണം. മക്കളെ നമ്മൾ രണ്ടായി കാണരുത്. ചില മകന്റെ മക്കളോട്, പേരക്കുട്ടികളോടൊരടുപ്പം, ചില മകനെയും മരുമകളെയും കണ്ടുകൂടാ. ആ രണ്ട് കണ്ണ് നമുക്കുണ്ടാകരുത്. എല്ലാവരും നമ്മുടെ മുത്തുമക്കളാണ്, എല്ലാ മരുമക്കളും നമ്മുടെ മക്കളാണ്. അവരെ രണ്ടായി കാണരുത്. എല്ലാ പേരക്കുട്ടികളും നമ്മുടെ മക്കൾ തന്നെയാണ്. രണ്ടായി കാണുന്ന സ്വഭാവം ഒരിക്കലും ഉണ്ടാകരുത്. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ജീവിച്ചാലേ വളർന്നു വരുന്ന നമ്മുടെ മക്കളും നന്നാകൂ. എൻ്റെ ഉമ്മയും ഉപ്പയും അവരുടെ ഉമ്മയെയും ഉപ്പയെയും നോക്കിയവരാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നുപ്പാനെ ഉമ്മാനെ ഞാൻ നോക്കണം എന്ന് എൻ്റെ മക്കൾക്ക് തോന്നണമെങ്കിൽ, അതേ നമ്മൾ മരിച്ചാലും നമ്മുടെ ജനാസ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മക്കളെ പോലെ റബ്ബേ എൻ്റെ ഉപ്പാക്ക് പൊറുത്തു കൊടുക്കണേ, എൻ്റെ ഉമ്മാക്ക് പൊറുത്തു കൊടുക്കണേ എന്ന് ജനാസ നിസ്കരിക്കുമ്പോൾ അത്ര ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി പറയാൻ ആരുടെ ദുആയാണുണ്ടാവുക? അങ്ങനത്തെ ഒരു മക്കളെ ഇവിടെ തർബിയത്ത് നൽകിയിട്ട് നല്ല ഒരു പാരൻസ് ആയിട്ട് മരിച്ചു പോകാൻ ചെറുപ്പക്കാരെ പ്രതിജ്ഞയെടുത്തുകൊണ്ടേ ഇവിടെ നിന്ന് പോകാവൂ. കാരണം ഏത് ബന്ധങ്ങളും മുറിഞ്ഞു പോയാലും മരിച്ചു കഴിഞ്ഞാൽ വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാലിഹായ ഒരു സന്താനത്തെ ബാക്കിയാക്കാൻ നമുക്ക് സാധിച്ചാൽ അത് ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു സൗഭാഗ്യമല്ലേ? ഇതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ദമ്പതികൾ പരസ്പരം ആസ്വദിച്ചു ജീവിക്കണം. ഭാര്യ ആസ്വാദനം കാണേണ്ടത് ഭർത്താവിലാണ്, ഭർത്താവ് ആസ്വാദനം കാണേണ്ടത് ഭാര്യയിലാണ്. ഇന്നിപ്പോൾ ഒരൊറ്റ കിടക്കയിൽ കിടന്നിട്ട് പോലും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തിരിഞ്ഞു കിടന്ന് ഓരോരുത്തരും മൊബൈലിൽ അന്യരോട് ചാറ്റ് ചെയ്ത് ആനന്ദം കണ്ടെത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഹലാലിലാണ് ആനന്ദം, ഹറാമിൽ ആനന്ദമില്ല കേട്ടോ. അതുകൊണ്ട് സ്വന്തം വീട്ടിലെ ഉമ്മയോട്, ഉപ്പയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, പൊന്നുമക്കളോട് ഒന്ന് കളിച്ച് ചിരിച്ച് ഉല്ലസിക്കാൻ, അവരോടൊത്തൊന്ന് തമാശ പറയാൻ, തൻ്റെ ഇണയുടെ അടുക്കളയിലെ ജോലി ഭാരത്തിന് ഒരൽപ്പമെങ്കിലും ഒരു ഭാരം കുറച്ചു കൊടുക്കാൻ, തൻ്റെ ഭർത്താവിൻ്റെ മനസ്സിനെ എപ്പോഴും നീറുന്ന ഒരു നെരിപ്പോടാക്കി മാറ്റാതിരിക്കാൻ, ആ മനുഷ്യൻ്റെ പ്രയാസങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന നേരത്ത് ആശ്വാസത്തിൻ്റെ ഒരു തെളിനീര് തൻ്റെ പെരുമാറ്റത്തിലും ഉടുപ്പിലും നടപ്പിലും വേഷത്തിലുമൊക്കെ സ്വീകരിക്കാൻ, അതിലൂടെ ആസ്വാദനം കണ്ടെത്താൻ, അന്യരുമായിട്ടുള്ള ചാറ്റിങ്ങിലേക്കും അവിഹിതത്തിലേക്കും ആസ്വാദനത്തിലേക്കും സ്വറപറച്ചിലുകളിലേക്കും നമ്മുടെ രാപ്പകലുകൾ നീണ്ടുപോകാതെ വീട്ടിലുള്ളവരോട് സംസാരിച്ചിട്ട് അതിലാനന്ദം കണ്ടെത്തുന്ന യുവാക്കളാവാൻ, യുവതികളാവാൻ നമുക്കെന്ന് സാധിക്കുന്നുവോ? അക്ഷരാർത്ഥത്തിൽ ആ ജീവിതത്തിൽ ആസ്വാദനമുണ്ടാകും. കാരണം എന്തെന്നല്ലേ? റബ്ബ് പറയുന്നതിൽ തസ്കുനു ഇലൈഹാ, നിങ്ങൾ അവളിൽ ആശ്വാസം കണ്ടെത്തണമെന്നാണ്. അതുകൊണ്ട് തന്നെ ആരിലാണ് ആസ്വാദനം കണ്ടെത്തേണ്ടത്? ആരിലാണ് ആശ്വാസം കണ്ടെത്തേണ്ടത്? ആ ഒരർത്ഥത്തിൽ കൃത്യമായി ഇസ്ലാം വരച്ച് കാണിച്ച കടമകളും കടപ്പാടുകളും കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. അങ്ങനെ ജീവിതത്തിൻ്റെ മുതൽ സെറ്റ് വരെ എല്ലാത്തിലും ആ ഒരു പരിവർത്തനത്തിൻ്റെ കൃത്യമായ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിട്ട് അങ്ങനെ ജീവിതത്തെ ആസ്വദിച്ച് ഏത് ദാരിദ്ര്യത്തിലാണെങ്കിലും കഷ്ടപ്പാടിലാണെങ്കിലും മരിക്കുമ്പോൾ അതേ റഹ്മത്തിൻ്റെ മലക്കുകളതാ വിളിച്ചു പറയുന്നു, ഉമ്മ, പെങ്ങളെ, സഹോദര, സഹോദരി, പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നവരാണ്.
വിഷമിക്കരുത്, സങ്കടപ്പെടരുത് എന്ന വാചകം നമുക്ക് കേട്ട് മരിക്കണ്ടേ? അതിനെന്തു വേണം? ഏതൊരു സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, ചെകുത്താന്റെ ഹുതുവാത്തുകളിൽ അവൻ ഒരുക്കുന്ന കെണിവലകളിൽ പെട്ടുപോകരുത്. മാറുമറക്കാതെ പുറത്തിറങ്ങല്ലേ. ലൂസായ വസ്ത്രം കൊണ്ട് ശരീരത്തിന്റെ മുഴുപ്പും കൊഴുപ്പും മറച്ചു വെച്ചിട്ടല്ലാതെ അന്യരുടെ മുമ്പിലേക്ക് ഇറങ്ങല്ല പെങ്ങളെ. ആരുടെ മുമ്പിലാണെങ്കിലും എനിക്ക് എൻ്റെ രക്ഷിതാവ് കാണുന്നുണ്ടെന്ന ബോധത്തോടെയല്ലാതെ ആരുടെ കാഴ്ചകൾ മങ്ങിയാലും ഉറങ്ങിയാലും മയങ്ങിയാലും എല്ലാം കാണുന്ന നിരീക്ഷകനായി റബ്ബെന്നെ സദാ നിയന്ത്രിക്കുന്നു. ഏത് തിരക്കുകൾക്കിടയിലും ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി പ്രവർത്തിക്കണം, എൻ്റെ ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, എൻ്റെ ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിനൊന്നും എൻ്റെ ജോലികൾ തടസ്സമാവാതെ, അക്കാരണം പറയാതെ, കിട്ടുന്ന സമയം പരമാവധി പിശുക്കി പിശുക്കി ഉപയോഗപ്പെടുത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആദർശത്തിൻ്റെ പ്രബോധകരാകുവാൻ, പ്രചാരകരാകുവാൻ ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് ഇതാ നമ്മുടെ വാഹനങ്ങൾ ഒഴുകി നീങ്ങി തുടങ്ങുമ്പോ അവിടെയും നമുക്ക് കൂട്ട് നമ്മുടെ റബ്ബാണ്. റഹ്മാനായ റബ്ബേ, ദൂരദേശങ്ങളിൽ നിന്ന് വന്നവരാണ്, പ്രയാസമുള്ളവരാണ്, ബാധ്യതകളുള്ളവരാണ്, ശാരീരികമായ അസ്വസ്ഥതകളുള്ളവരുണ്ടാകും, പലരുമുണ്ടാകും. റബ്ബേ അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ, നീയാണ് റബ്ബേ എൻ്റെ യാത്രയിൽ എൻ്റെ കൂട്ടുകാരൻ, നീയാണ്. യാത്രക്കിടയിൽ ഒരു പ്രയാസങ്ങളുമില്ലാതെ വീടകത്ത് സമാധാനത്തോടെ എത്തിച്ചേരാൻ എനിക്ക് സാധിക്കണേ. ദുർഘടമായ ഏത് കാഴ്ചകൾ കാണുന്നതിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ എന്ന് തുടങ്ങിയിട്ടുള്ള സഫറിന്റെ ദുആകൾ മുഴക്കിയിട്ടല്ലേ നമ്മുടെ യാത്രാവാഹനത്തിൽ നമ്മൾ യാത്ര പോകുന്നത്. അതുകൊണ്ട് റബ്ബിന്റെ തൃപ്തി നേടിയിട്ട് മരിക്കണം. അവസാന ശ്വാസം വരേക്കും ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ഞാൻ എൻ്റെ റബ്ബിനോട് ചെയ്യൂല എന്ന ദൃഢനിശ്ചയത്തോടെ പിരിഞ്ഞു പോകുവാൻ നമുക്ക് സാധിക്കണേ എന്ന് എന്നോടും നീ എല്ലാവരോടും ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് രോഗികൾ സദസ്സിലുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, പല വിധത്തിലുള്ള കഷ്ടതകൾ സഹിക്കുന്നവരുണ്ട്. റഹ്മാനായ റബ്ബ് എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലുമുള്ള വിജയം നൽകട്ടെ, അതുപോലെ തന്നെ തുറസ് നൽകട്ടെ, പ്രയാസങ്ങളിൽ നിന്ന് കാവല് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരുമുണ്ട്. റഹ്മാനായ റബ്ബേ, അവരുടെയൊക്കെ ഖബറുകൾ നീ ശാന്തി നിറഞ്ഞ സ്വർഗത്തോപ്പുകളാക്കി മാറ്റിക്കൊടുക്കണേ. നരകത്തിൽ നിന്ന് ഞങ്ങളെയും അവരെയും കാത്തുരക്ഷിക്കണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.